ഹലോ, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, 2 ഇടത്തരം ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 2 ഇടത്തരം സവാള അരിഞ്ഞത്, 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ക്യാരറ്റും 3-4 ബീൻസും നീളത്തിന് അരിഞ്ഞത്. ഇത്രയും നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇനി സവാള, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് സവാള ഒന്ന് വാടി വരുമ്പോൾ ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടുത്തതായിട്ട് ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ച് വെച്ച് 5 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം കുക്കർ തുറന്ന് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകവും ഒരു 3 വെളുത്തുള്ളിയും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ച 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ഒന്ന് ഇളക്കി ചേർത്തിട്ട് 1/2 ടീസ്പൂൺ കറി മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായി തോന്നിയാൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാം.